തിരുവല്ല മണിമലയാറിൻ്റെ തീരത്താണ് ഞാനിപ്പോൾ ഉള്ളത്. നമ്മളിപ്പോൾ കാണുന്നത് പോലെ തന്നെ വെള്ളം പൊങ്ങിക്കൊണ്ടിരിക്കുകയാണ്. സാഹചര്യം വളരെ രൂക്ഷമായി തന്നെ തുടരുകയാണ്. ഈ പ്രദേശവാസികൾ അടക്കമുള്ളവർ ഇവിടെ വന്ന് നിൽക്കുന്നത് വെള്ളം കയറി എത്രത്തോളം കയറി ഇനി ക്യാമ്പിലേക്ക് മാറേണ്ട വരുമോ തുടങ്ങിയ ആശങ്കകളൊക്കെ ഉള്ളത് കൊണ്ട് തന്നെ വെള്ളം എത്രത്തോളം കയറി എന്നൊക്കെ അറിയാൻ വേണ്ടിയിട്ടാണ് നിലവിൽ അവർ വന്നിട്ടുള്ളത്. ഇതിലും കൂടുതലായിരുന്നു വെള്ളം ഇപ്പോൾ ഇറങ്ങിയിട്ടുണ്ടല്ലോ. ഇന്ന് മഴയില്ലാത്തതുകൊണ്ട് ഇപ്പോൾ ഇങ്ങനെ ഇറങ്ങി. മഴ ഉണ്ടായിരുന്നു ഇത്ര നേരം, പക്ഷേ ഇപ്പം വെള്ളം ഇപ്പോൾ ഇറങ്ങിക്കൊണ്ടിരിക്കും. ശാലി ഇറങ്ങിയിട്ടുണ്ട്. പക്ഷേ ഈ പെയ്ത മഴയുടെ ഇപ്പം വരുമ്പോൾ അവിടം വരെയായിരുന്നു വെള്ളം. വീടിൻ്റെ ആ പോസ്റ്റിൻ്റെ അവിടെ വരെ വെള്ളം വരുന്നു. വെള്ളം കയറി കഴിഞ്ഞാൽ വീടുകളെല്ലാം മുങ്ങുന്ന വീടുകളാണ്. കഴിഞ്ഞ പ്രാവശ്യം 3 ലക്ഷം രൂപ ഈ വഴിക്ക് അനുവദിച്ചിട്ടുണ്ടായിരുന്നു. പക്ഷേ എവിടെ പോയി എങ്ങനെ ഞങ്ങൾക്ക് അറിയത്തില്ല. ഞങ്ങൾ 5-10 വീട്ടുകാർ അവിടെ താമസിക്കുന്നുണ്ട്. പ്രായമായവരാ കൂടുതലുള്ളവർ. അവരെ അങ്ങോട്ടേക്ക് ക്യാമ്പിൽ പോകാൻ ഞങ്ങൾക്ക് ഭയങ്കര ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ. എല്ലാ വർഷവും ക്യാമ്പിലേക്ക് പോകേണ്ടി വരും. ക്യാമ്പിൽ പോകണം. ഒരു വർഷത്തിൽ 2 പ്രാവശ്യം 3 പ്രാവശ്യം ഞങ്ങൾ ക്യാമ്പിൽ പോകുന്നുണ്ട്. തോട്ടപ്പാത്തി സ്കൂളിൽ ഞങ്ങൾ ക്യാമ്പിൽ പോകുന്നത്. ഒത്തിരി ബുദ്ധിമുട്ടാണ് ഞങ്ങൾ അനുഭവിക്കുന്നത്. എത്ര വർഷം തൊട്ടാന്നറിയാം. ഞാനിവിടെ താമസിക്കാൻ വരുന്നത് 22 വർഷം ഞങ്ങൾ താമസിക്കുന്നു. അന്നോട്ട് ഞങ്ങൾ അനുഭവിക്കുന്നത്. ഇവരൊക്കെ എന്ന് പറഞ്ഞാൽ 40 അമ്മയൊക്കെ 40 വർഷത്തിന് മേളിലാവരാണ് ഇവിടെ താമസിക്കുന്നത്. MLA ഫണ്ടിൽ തന്നെ ഇഷ്ടംപോലെ പൈസയുണ്ട്. ഞങ്ങൾക്ക് MLA ഫണ്ടിൽ നിന്നൊന്നും തരുന്നില്ല. അത് മൊത്തം കൺവെൻഷൻ നേറുകാർക്ക് കൊടുക്കുക. ഇപ്പം തന്നെ ഒരു 50 ലക്ഷം രൂപ കൂടുതൽ കൺവെൻഷൻകാർക്ക് കൊടുത്തിട്ടുണ്ട്. പക്ഷേ ഈ ഒരു വഴി ശരിയാക്കാൻ ഈ വാർഡിലെ MLAയോ ഈ കവിയൂർ പഞ്ചായത്തുകാരോ ചെയ്യുന്നില്ല. പമ്പ, മണിമലയാറൊക്കെ തന്നെ, അച്ചൻകോവിലാറൊക്കെ തന്നെ കരകവിഞ്ഞൊഴുകുന്ന ഒരു സ്ഥിതിവിശേഷമുണ്ട്. സുരക്ഷിത സ്ഥാനത്തേക്ക് മാറുന്നതിനായിട്ടുള്ള ഒരു മുന്നൊരുക്കത്തിൻ്റെ ഭാഗമായി തന്നെ പലപ്പോഴും നദിയിലെ